2008 യമഹ എഫ് സി എന്നുള്ളൊരു ബൈക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് ഫാൻസിനെ സൃഷ്ടിച്ചൊരു ബൈക്കായി മാറിയിരുന്നു അത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു ടൈമിൽ ബൈക്ക് ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് യമഹ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ബാക്കിലെയും ഫ്രണ്ടിലെയും വീതി കൂടിയിട്ടുള്ള ടയർ, അതുപോലെ വളരെ മസ്കുലറായിട്ടുള്ള ടാങ്ക്, വലിപ്പം കൂടിയിട്ടുള്ള ഫ്രണ്ട് ഡിസ്ക്, വീതിയേറിയിട്ടുള്ള ഹാൻഡിൽ ബാർ എന്നിവ. അന്നത്തെ കാലത്ത് യൂത്തന്മാരുടെ ബൈക്ക് എന്നറിയപ്പെട്ടിരുന്നത് ഈ ഒരു FC16 ആയിരുന്നു. എന്നിരുന്നാൽ പോലും ഇതിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. അതായത് ഒരു ഫാമിലി ബൈക്ക് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് ഈ FCയെ നമുക്ക് കൂട്ടാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പിൻ സീറ്റിൻ്റെ കംഫേർട്ട് വളരെ കുറവായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന് മറ്റ് ബൈക്കുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്, അന്നത്തെ കാലത്തെ മറ്റ് ബൈക്കുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഫ്യൂൽ എഫിഷ്യൻസി വളരെ കുറവായിരുന്നു എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും യമഹ കസ്റ്റമേഴ്സിൽ നിന്നും ഫീഡ്ബാക്ക് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് വേർഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു. അന്നത്തെ സമയത്ത് ആ ഒരു സെക്കൻഡ് വേർഷൻ കൊണ്ടുവന്ന സമയത്ത് ബ്ലൂ കോർ എന്നുള്ള ടെക്നോളജിയുമായിട്ടാണ് ആ ഒരു ബൈക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ബ്ലൂ കോർ എന്നുള്ള ടെക്നോളജി വന്നതോടുകൂടെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗത്തും ചെറിയ ഡിസൈൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പിൻ സീറ്റിൻ്റെ കംഫോർട്ടും അത്യാവശ്യം കൂട്ടി തന്നെയാണ് ഈ ഒരു ബൈക്ക് യമഹ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം യമഹയുടെ ഒരുപാട് മോഡലുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തി, ഒരുപാട് പെർഫോമൻസ് ബൈക്കുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു. ആ സമയത്ത് യമഹയ്ക്ക് ഒരു ഫാമിലി ബൈക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു ഡ്രോബാക്ക് യമഹ FC V3 എന്നുള്ളൊരു മോഡൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കിക്കൊണ്ട് പരിഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു FC V3യുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ആവറേജ് കൺസ്യൂമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ FC V3 BS6 മോഡൽ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഏകദേശം അവൻ 6-7 മാസത്തോളം ഈ ഒരു വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞു. അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കും ഞാൻ ഈ ഒരു വണ്ടിയുടെ റിവ്യൂവിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ മസ്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ഡിസൈനാണ്. FC25 നിന്നാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റും അല്ലെങ്കിൽ ആ ഒരു അലോയ് വീലിൻ്റെ ഷേപ്പും എല്ലാം കടമെടുത്തിട്ടുള്ളത്. ടോട്ടൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ V2വുമായിട്ട് ചെറിയൊരു സാമ്യം തോന്നുന്ന പിൻഭാഗമാണ്. എന്നാൽ ഫ്രണ്ട് ഭാഗം പൂർണ്ണമായിട്ട് റീഡിസൈൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു V3 വന്നിട്ടുള്ളത്. സൈലൻസർ ഒരു എക്സോസ്റ്റിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഒരു സൈലൻസറാണ്. അതിൻ്റെ സൗണ്ടും ഒരു സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് കേട്ടോ. ബാക്കിലെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ V2വിൻ്റെ ഏകദേശം അതേ ഒരു മോഡലാണ് ആ ഒരു ടെയിൽ സെക്ഷനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഗ്രാബ് റെയിലിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെ നല്ല രീതിയിലൊരു ഡിസൈൻ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സീറ്റ് നോക്കുകയാണെങ്കിലും V2വിൽ നിന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് സീറ്റിൻ്റെ ഡിസൈനും ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ FC-ൻ്റെ അതേ ഒരു രൂപം നിലനിർത്തിക്കൊണ്ടുള്ള വളരെ വീതി കൂടിയിട്ടുള്ള 140 സെക്ഷൻ ടയറാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ടയർ ട്യൂബ്ലെസ് ആണ്. ടയർ ഹഗ്ഗർ കൊടുത്തത്. അതുപോലെ ഫ്രണ്ട് ടയർ ആണെങ്കിലും വളരെ വീതി കൂടിയിട്ടുള്ള 100 സെക്ഷൻ ടയർ തന്നെയാണ് സംരക്ഷിക്കുന്നത്. ട്യൂബ്ലെസ് ആണ്. ഈ ഒരു വീതി കൂടിയിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ വണ്ടിയുടെ ലുക്കിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ FCയുടെ അതേപോലെ തന്നെ ഇതിൻ്റെയും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ടാങ്ക് തന്നെയാണ് കേട്ടോ. മേലെ നിന്ന് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടിയിൽ ഇരുന്ന് നോക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. വണ്ടിയുടെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് അത്രത്തോളം ഒരു ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഡിസൈൻ വരുന്നത്. പക്ഷേ വണ്ടിയിൽ ഇരുന്ന് നോക്കുന്ന സമയത്ത് വളരെ നല്ലൊരു ഡിസൈനായിട്ടാണ് ഈ ഒരു ടാങ്കിൻ്റെ ഭാഗം എനിക്ക് തോന്നിയിട്ടുള്ളത്. വണ്ടിയിൽ ഇരുന്ന് നോക്കുന്ന സമയത്ത് ഇത് നമുക്കൊരു 150cc ബൈക്കാണെന്ന് തോന്നില്ല കേട്ടോ. വലിയൊരു ബൈക്കിൻ്റെ ഫീലാണ് ടാങ്കിൻ്റെ ഭാഗം നമുക്ക് തരുന്നത്. ഈ ഒരു ടാങ്കിൽ യമഹയുടെ തന്നെ തനതായിട്ടുള്ള ഈ ഒരു ബ്ലൂ കോർ എന്നുള്ള ആ ഒരു ടെക്നോളജിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യമഹയുടെ ഒരു എംബ്ലവും സൈഡ് ഭാഗത്തായിട്ട് ഈ ഒരു ടാങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ടാങ്കിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു കീയുടെ പൊസിഷനും വരുന്നത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു കാറ്റഗറിയിലെ മറ്റു ബൈക്കുകളെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് തോന്നിയത് ഇതിൻ്റെ ഈ ഒരു ഫ്യൂവൽ ക്യാപ്പിന് ഹിഞ്ച് കൊടുത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂവൽ നിറയ്ക്കാനായി പമ്പിൽ ചെന്ന് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങ് പോരും. അത് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു സ്ട്രീറ്റ് ഫൈറ്ററിന് വേണ്ട രീതിയിലുള്ള വലിപ്പം കൂടിയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് FCയിൽ യമഹ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് വളരെ സ്പോർട്ടി ആണെങ്കിൽ പോലും പിന്നിലെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു സീറ്റിൻ്റെ സെക്ഷൻ ഒരു ഫാമിലി ബൈക്കിൻ്റെ ആ ഒരു ക്യാരക്ടർ ഈ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. വളരെ വലിയ സീറ്റാണ്. സ്പ്ലിറ്റ് സീറ്റ് അല്ല, ഇപ്രാവശ്യം സിംഗിൾ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. പില്ലിയൻ ആണെങ്കിലും റൈഡർക്ക് ആണെങ്കിലും നല്ല രീതിയിലൊരു കംഫർട്ട് തരുന്ന സീറ്റ് തന്നെയാണ് ഈ ഒരു FCന്ന് കൊടുത്തിട്ടുള്ളത്. ഗ്രാബ് റെയിലിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും തടിച്ച ആളുകൾക്കും മെലിഞ്ഞ ആളുകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു ഗ്രാബ് റെയിലും FCയിൽ കൊടുത്തിട്ടുണ്ട്.
FC-V3 അധികം ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനാണ്. ഇത് പലർക്കും ഇഷ്ടപ്പെടാത്തൊരു ഡിസൈനായിട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഫുള്ളി LED ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് വന്നുള്ളത്. ഏറ്റവും അടിയിൽ കാണുന്നൊരു പോർഷൻ ഹാലോജനാണ്. അതിന് മുകളിൽ കാണുന്നതാണ് ഡിമ്മ്, അതിൻ്റെ മുകളിൽ കാണുന്നത് ബ്രൈറ്റിൻ്റെ സെക്ഷനാണ്. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ ടാങ്കിൻ്റെ 2 വശങ്ങളിലുമായിട്ട് ചെറിയൊരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഫേക്ക് എയർ വെൻറ്റുകളാണ്, ഒരിക്കലും ഒറിജിനൽ എയർ വെൻ്റ് അല്ല. പിന്നെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വളരെ വീതി കൂടിയ ടയറാണ്, വലിയ സൈസുള്ള ഡിസ്ക് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് കോൺഫിഡൻസ് നല്ല രീതിയിൽ തരുന്നുണ്ട് ഈ ഒരു ഡിസ്കിൻ്റെ സെക്ഷൻ. സിംഗിൾ ചാനൽ ABS ആണ് കൊടുത്തുള്ളത്. അതുപോലെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ഫോർക്കിൻ്റെ ഭാഗത്ത് യമഹ എന്നുള്ള ആ ഒരു എഴുത്തുമെല്ലാം നല്ല രീതിയിലുള്ളൊരു ഭംഗി ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ബൈക്കിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാറ്റഗറി ബൈക്കിലെ ഏറ്റവും വലിയ സസ്പെൻഷനായിട്ടുള്ള 41mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ലുക്കിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സസ്പെൻഷൻ നല്ല രീതിയിലൊരു പങ്ക് തന്നെയാണ് ഈ FC-V3 വഹിക്കുന്നത്. ഇനി ഈ വണ്ടിയുടെ ഹൃദയഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 149cc എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. 13.4 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 12.6 bhp പവറും ഈ ഒരു എഞ്ചിൻ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മറ്റ് എല്ലാ ബൈക്കുകളും BS4 നിന്നും BS6 കൺവേർട്ട് ആയ സമയത്ത് പവറും ടോർക്കും നല്ല രീതിയിൽ കുറഞ്ഞു തന്നെയാണ് വന്നുള്ളത്. എന്നാൽ യമഹ ഈ ഒരു FC-V3 BS6 കൺവേർട്ട് ചെയ്ത സമയത്ത് 0.8 Nm പവർ കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും 0.8 Nm ടോർക്ക് കൂട്ടിയിട്ടാണ് ഈ ഒരു എഞ്ചിൻ്റെ ട്യൂണിങ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കമ്മ്യൂട്ടർ ബൈക്ക് എന്നുള്ള നിലയ്ക്ക് ഇത് വളരെ നല്ല ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു മൂവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു ബൈക്ക് വാങ്ങുന്ന ഒരാൾ ഒരിക്കലും ടോപ്പ് സ്പീഡ് നോക്കിയിട്ടായിരിക്കില്ല ഈ ഒരു വണ്ടിയെ വാങ്ങുന്നത്. അധികം ആളുകളും സിറ്റിയിലൂടെ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള കമ്മ്യൂട്ടിങ് റൈഡിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ബൈക്ക് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് ആവശ്യം ടോപ്പ് സ്പീഡ് ആയിരിക്കില്ല. ഇനീഷ്യലായിട്ടുള്ള ആ ഒരു പഞ്ചും മിഡ് റേഞ്ചിലുള്ള ആ ഒരു ടോർക്കും പവറും ആയിരിക്കും. അത് ഈ ഒരു വണ്ടിയിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം 0.8 പവർ കുറഞ്ഞു എന്ന് പറയുന്നത് അത് നമുക്ക് ടോപ്പ് സ്പീഡിനെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും 0.8 Nm ടോർക്ക് കൂടിയത് വണ്ടിയുടെ ആ ഒരു ഇനീഷ്യൽ പഞ്ചും മിഡ് റേഞ്ചിലെ പെർഫോമൻസും കൂട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BS4 നിന്നും BS6 വന്ന സമയത്ത് ഈ ഒരു ബൈക്ക് മാത്രം നമുക്ക് അണ്ടർ പവേർഡ് ആയിട്ട് തോന്നുന്നില്ല. ഇനി FC-V3 സ്വിച്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള സ്വിച്ചും കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തുള്ളത്. ക്വാളിറ്റിയുടെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസും യമഹ കൊടുത്തില്ല. നല്ല രീതിയിലുള്ള ഭംഗിയുള്ള നല്ല സ്വിച്ചുകൾ, നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചുകൾ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വന്നുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പ്രശ്നമായി തോന്നിയത് ആക്സിലേറ്റർ കേബിള് ആ ഒരു സ്വിച്ചിൻ്റെ മുകളിലൂടെ പോകുന്നത് കാണുന്ന സമയത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടായത് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. BS6 ആയ സമയത്ത് അതിൻ്റെ ബേസിനെസ് ലേശം കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. എന്തായാലും ഒന്ന് കേട്ട് നോക്കൂ. ഇനി നമുക്ക് വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫീലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കാം. വണ്ടിയുടെ സീറ്റ് എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനും കാര്യങ്ങളെല്ലാം വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്തുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് അപാരം തന്നെയാണ് കേട്ടോ. വലിയൊരു വണ്ടിയുടെ ഒരു ഫീലാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് FC-V3 നമുക്ക് കിട്ടുന്നത്. പിന്നെ ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ വളരെ ലീനിയർ ആയിട്ടുള്ള ആക്സിലറേഷനാണ്. ഒരിക്കലും വളരെ പഞ്ചി ആയിട്ടുള്ള ഒരു ആക്സിലറേഷനായിട്ടൊന്നും നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് തോന്നുന്നില്ല. വളരെ ലീനിയറാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. മിററിൻ്റെ ഭാഗമാണെങ്കിലും നല്ല രീതിയിലുള്ള വിസിബിലിറ്റി തരുന്നുണ്ട്. നമ്മൾ കാണുന്ന സമയത്ത് വളരെ ചെറിയൊരു മിററായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം വീതി ഏറിയിട്ടുള്ള മിറർ ആയതുകൊണ്ടാണ്, അതായത് കുറച്ചും കൂടി പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന മിററാണ്. അതുകൊണ്ട് തന്നെ ബാക്കിലെ ഭാഗങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു FC-യിൽ കുറച്ചൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് കേട്ടോ. നമുക്ക് കാണുന്ന സമയത്ത് വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവും വരുന്നില്ല. ഞാനിപ്പോൾ ഓടിക്കുന്നത് അത്യാവശ്യം നല്ല സൺലൈറ്റ് കണ്ടീഷനാണ്. എന്നിട്ട് പോലും എനിക്ക് നല്ല രീതിയിൽ ആ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം റീഡബിളാണ്. പക്ഷേ എങ്കിൽ പോലും ഇത്രയും വലിയൊരു ഏരിയ അവിടെ ഉണ്ടായിട്ട് പോലും ആ ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ യമഹ കൊടുത്തത് കുറച്ചൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തില്ല എന്നുള്ളതാണ്. അത്ര ഒരു പോരായ്മ അല്ലെങ്കിൽ പോലും പല ആളുകൾക്കും അത് ആവശ്യമുള്ളൊരു കാര്യമാണ്. അതും കൂടെ യമഹയ്ക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ കൊടുക്കാമായിരുന്നു. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ, ടാക്കോമീറ്റർ, 2 ട്രിപ്പ് വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്, അതുപോലെ ട്രിപ്പ് എഫും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ എക്കോ മോഡ് കാണിക്കാനായിട്ടുള്ള ചെറിയൊരു ഇൻഡിക്കേഷനും ആ ഒരു ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ തന്നെ യമഹ കൊടുത്തിട്ടുണ്ട്. FC-V3 ഒരു യമഹ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ക്രിസ്പായിട്ടുള്ള വളരെ സ്മൂത്തായിട്ടുള്ള ഗിയർ ബോക്സ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നുള്ളത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. യാതൊരുവിധ ഫാൾസ് ന്യൂട്രലിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗം നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. വളരെ സ്മൂത്തായിട്ടുള്ള വളരെ നല്ല ഗിയർ ബോക്സ് തന്നെയാണ് FC-V3യിൽ യമഹ കൊടുത്തുള്ളത്. ഇനി റൈഡിങ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല സീറ്റാണ് ഈ ഒരു വണ്ടിയിൽ വന്നുള്ളത്. അതുപോലെ തന്നെ വളരെ വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറും കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ ബാർ അത്യാവശ്യം റേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുനിഞ്ഞ് ഇരുന്ന് ഓടിക്കേണ്ട ഒരു പ്രശ്നം ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല. അത്യാവശ്യം ടൂർ പോകുന്ന ആളുകളാണെങ്കിൽ പോലും ലോങ് റൈഡ് പോകുന്ന ആളുകളാണെങ്കിൽ പോലും നല്ല രീതിയിൽ കംഫർട്ട് തരുന്ന സീറ്റും ഹാൻഡിൽ ബാറും തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വന്നുള്ളത്. ഈ ഒരു വണ്ടിയുടെ ആക്സിലറേഷൻ ഞാൻ പറഞ്ഞു വളരെ ലീനിയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 80-90 ഒക്കെ ആയിരിക്കും. ഈ ഒരു സ്പീഡിൽ പോകുന്ന സമയത്ത് വണ്ടിക്ക് യാതൊരുവിധ ഡിസ്കംഫർട്ടും തോന്നുന്നില്ല. പിന്നെ വളരെ നല്ലൊരു യാത്രാസുഖം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് എനിക്ക് തോന്നുന്നു ഒരു 55 മുതൽ 70 വരെയൊക്കെ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് വണ്ടി ഒഴുകി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. എക്സോസ്റ്റ് നോട്ടിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും തോറും അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് കൂടി വരുന്ന പോലെയാണ് തോന്നുന്നത്. ഹാൻഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ യമഹയാണ് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ പേര് കേട്ട കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ കോർണറിങ് വരുന്ന സമയത്തൊന്നും ഈ ഒരു യമഹയുടെ FC-V3 നിന്ന് നമുക്ക് യാതൊരുവിധ ഡിസ്കംഫർട്ടും കാര്യങ്ങളും വരുന്നില്ല. ഞാൻ ഹോർനെറ്റിൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ കോർണർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു വണ്ടിക്കും വരുന്നത്. ഇനി ബ്രേക്കിങ്ങിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും വളരെ വലിയ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും യാതൊരുവിധ പോരായ്മയും ഈ ഒരു വണ്ടിയിൽ തോന്നുന്നില്ല. നല്ല രീതിയിലുള്ളൊരു ബൈറ്റും സ്റ്റോപ്പിംഗ് പവറും ഈ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത് സ്പീഡ് കൈവരിക്കാൻ നമുക്ക് ഒരു കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഹാൻഡ്ലിങ്ങും അതുപോലെ ബ്രേക്കിങ്ങും വളരെ മികച്ചതായിരിക്കണം. ആ 2 കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ നമുക്ക് നല്ല രീതിയിൽ തരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സ്പീഡിൽ പോകുന്ന സമയത്തും കോൺഫിഡൻസ് പോകുന്ന രീതിയിൽ ഈ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കമ്മ്യൂട്ടർ ബൈക്കാണ്, ഒരിക്കലും ഒരു ഹൈ സ്പീഡിനെ ഉദ്ദേശിച്ച് ഇറക്കിയിരിക്കുന്ന ഒരു ബൈക്കല്ല. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് വരുന്ന ഒരു വൈബ്രേഷൻ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. 85 കിലോമീറ്റർ മേലേക്ക് പോകുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻ ടാങ്കിൻ്റെ ഭാഗത്തുനിന്നും സീറ്റിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നത് തന്നെയാണ്. അത് ഒഴിവാക്കാവുന്ന ഒരു വൈബ്രേഷൻ ആണെന്ന് പറയാൻ കാരണം ഈ ഒരു വണ്ടി വാങ്ങാൻ പോകുന്ന ഒരാൾ പോലും ടോപ്പ് സ്പീഡിൽ വണ്ടി ഓടിക്കണം എന്ന് ഉദ്ദേശിച്ച് വാങ്ങുന്ന ഒരാളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 55 to 70 km/h ആണ്. ആ ഒരു സ്പീഡിൽ ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള വൈബ്രേഷനും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി ഈ ഒരു വണ്ടി വാങ്ങുന്ന ഒരാൾ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്ന മൈലേജ്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആയിട്ടൊരു വണ്ടിയല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 137 കിലോഗ്രാമാണ്. അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്ന മൈലേജ് വളരെ മികച്ചത് തന്നെയായിരിക്കും. എൻ്റെ ഫ്രണ്ടിൻ്റെ അഭിപ്രായ പ്രകാരം അവന് ഏകദേശം ഒരു അറൗണ്ട് 55 km/L മൈലേജ് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ വണ്ടിയുടെ എക്കോ ആ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിലും അറൗണ്ട് 55-57 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മൈലേജ് ഈ വണ്ടിയിൽ നിന്ന് തീർച്ചയായും ലഭിക്കുന്നത് തന്നെയാണ്. ഇനി ഈ ഒരു വണ്ടിയിൽ എനിക്ക് തോന്നിയ കുറച്ച് പോരായ്മകൾ ഞാൻ പറയാം. ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ പൊസിഷൻ, അതായത് സ്റ്റാൻഡ് താത്താനുള്ള ആ ഒരു കമ്പി വരുന്ന ഒരു ഭാഗം വരുന്നത് ഇതിൻ്റെ ഫൂട്ട് റെസ്റ്റിൻ്റെയും അതുപോലെ നമ്മുടെ ഗിയർ ലിവറിൻ്റെയും ഇടയിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ആ ഒരു സ്റ്റാൻഡ് ചവിട്ടി താത്തുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി.
യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഞാൻ തുടക്കത്തിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം, ഹെഡ്ലൈറ്റ് ഒന്നും അത്ര പവർഫുൾ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ഒന്നുമല്ല. ഇതിൻ്റെ ത്രോ അത്യാവശ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കുറച്ചൊരു വിസ്താരത്തിൽ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ട് തരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ത്രോ കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ത്രോ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്പ്രെഡിങ്ങിന് ലേശം ഒരു കുറവുള്ള പോലെ തോന്നി. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ LED കൊണ്ടുവരാമായിരുന്നു. അതങ്ങനെയും കൂടെ വന്നിരുന്നെങ്കിൽ വണ്ടീൻ്റെ ലുക്കിനെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് അത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തേനെ. പിന്നെ ഇതിൻ്റെ ഇഷ്ടമില്ലാത്തൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ടെയിൽ ലൈറ്റിൻ്റെ സെക്ഷനാണ്. ആ ഒരു ടെയിൽ ലൈറ്റ് യമഹയ്ക്ക് കുറച്ചും കൂടെ ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുത്തായിരുന്നു. ഒരു നമ്മുടെ FC25 വന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലൈറ്റ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരുന്നെങ്കിൽ ബാക്കിലെ ഭാഗം നമുക്ക് ഒന്നും കൂടെ ഭംഗിയുള്ളതാക്കാമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് FC-V3യുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇനി ഈ ഒരു വാഹനം FC-V3 എന്നുള്ള ഈ ഒരു ബൈക്ക് ആർക്കൊക്കെ സ്യൂട്ട് ആവും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നല്ല പില്യൺ കംഫർട്ട് തരുന്ന അത്യാവശ്യം സ്പോർട്ടി ലുക്കായിട്ടുള്ള ഒരു 150cc ബൈക്കാണ് ആവശ്യം. നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്, അതിൽ ഒരുപാട് സിറ്റി റൈഡാണ് നിങ്ങൾക്ക് വരുന്നത്, അത്യാവശ്യം കോർണർ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. ഓവർ സ്പീഡിലല്ല, ഉള്ള സ്പീഡിൽ അത്യാവശ്യം നല്ല കംഫർട്ട് തരുന്ന വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു വാഹനമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഈ ഒരു വാഹനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി ലഭിക്കുകയും വേണം. അതായത് ഒരു 53-55+ മൈലേജ് ലഭിക്കുകയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്യൂട്ടായിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഈ ഒരു FC-V3 എന്നുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളൊരു ഫാമിലി ബൈക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് അച്ഛനെയോ അല്ലെങ്കിൽ മദറിനെയോ സിസ്റ്ററിനെയോ വൈഫിനെയൊക്കെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ പില്യൺ കംഫർട്ടും തരുന്ന ഒരു ബൈക്ക് തന്നെയാണ് ഈ ഒരു FC-V3 എന്നുള്ളത്. പേഴ്സണലായിട്ട് എൻ്റെയും ഈ ഒരു 150cc കാറ്റഗറി കമ്മ്യൂട്ടർ ബൈക്കിലെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഈ ഒരു FC-V3 എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.